SITയുടെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോകുന്നതിനും സ്വർണ്ണപ്പാളി വിൽപ്പനയ്ക്കുമൊക്കെ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് മുഖ്യ പങ്കുണ്ട്. ഈ ഗൂഢാലോചനയിലൊക്കെ അദ്ദേഹം പങ്കാളിയായിരുന്നുവെന്ന തെളിവാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ശബരിമലയിൽ 2014 ഒരു പ്രശ്നം വെച്ചിരുന്നു. പ്രശ്നത്തിൽ കണ്ടെത്തിയ പ്രശ്നം വെച്ചപ്പോഴും ഈ തന്ത്രി കണ്ഠരര് രാജീവർ അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ അയ്യപ്പന്റെ സ്വത്തുവകകൾ, പ്രത്യേകിച്ച് കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം, ഇതൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടുള്ളതല്ല. കോൺക്രീറ്റിലുള്ള കൊടിമരം ചിതലടിച്ചുവെന്നും അതുകൊണ്ട് അത് പുതുക്കിപ്പണിയണമെന്നും എന്നുമൊക്കെ പറയുന്നത് എവിടത്തെ ന്യായമാണെന്ന് SIT ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവുമില്ല. ഈ സ്വർണ്ണപ്പാളി ദേവപ്രശ്നത്തിൽ സ്വർണ്ണപ്പാളിയോ, അതായത് ഭഗവാന്റെ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ, ഇതൊന്നും അഴിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ കൊണ്ട് പെട്ടെന്ന് ശരിയാക്കൂ എന്ന് നിർദ്ദേശം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടാകില്ലേ എന്ന് സാമാന്യ ജനം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്വർണ്ണപ്പാളികളിൽ അറ്റകുറ്റപ്പണി നടത്തണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് തന്ത്രിയാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും എന്നൊരു ഇഷ്ടം തന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തിയാൽ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റുകയില്ല. മാത്രമല്ല, സ്വർണം പൂശിയ സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ തന്ത്രി. എന്നിട്ട് അത് ചെമ്പ് പാളിയാണ് എന്ന തരത്തിലൊരു മഹസർ വന്നു. പത്മകുമാർ അത് ചെമ്പ് എന്ന് എഴുതിവിട്ടല്ലോ, ചെമ്പ് എന്ന് വ്യക്തമായി എഴുതിവിട്ടു. അതാണല്ലോ പത്മകുമാർ ചെയ്ത കുറ്റം, മുൻ ദേവസ്വം പ്രസിഡന്റ് ചെയ്ത കുറ്റം. ആ മഹസറിനകത്ത്, ആ രേഖയ്ക്കകത്ത് തന്ത്രി അനുമതി കൊടുക്കുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർണമാണെന്ന് അറിഞ്ഞിട്ടും അത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയൊക്കെ കൊടുത്തതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ വളരെ ദീർഘമായ ബന്ധമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബംഗളൂരുവിൽ കണ്ഠരര് രാജീവര് തന്ത്രിയായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വസ്തുതയൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു. ഇനിയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒക്കെ പ്രതിരോധിക്കാൻ BJPയും കോൺഗ്രസും ഇടതുമുന്നണിക്കെതിരെയും CPM-നെതിരെയും നിരന്തരം വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്.